ഹായ് ഓൾ AS മീഡിയയുടെ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ നിറഞ്ഞ ഒരു വനമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ആമസോൺ മഴക്കാടുകളുടെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് മനുഷ്യർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നൽകുന്ന ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് തീർച്ചയായിട്ടും അവർ പ്രതിപാദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശാസ്ത്രലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു തിമിംഗലം, ആമസോണിൽ പ്രത്യക്ഷപ്പെട്ട ഒരു തിമിംഗലത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 2019 ശാസ്ത്രജ്ഞരെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു തിമിംഗലം ആമസോൺ മഴക്കാടുകൾ പ്രത്യക്ഷപ്പെട്ടത്, അതും മരിച്ച നിലയിൽ. നമുക്കറിയാം, തിമിംഗലം എന്നൊക്കെ പറയുമ്പം കടൽ, അതായത് കടൽ പ്രദേശത്തായിരിക്കും, കടലിലായിരിക്കും ഈ തിമിംഗലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ കടലിൽ മാത്രം കാണപ്പെടുന്ന ഈ ഒരു തിമിംഗലം ബ്ലൂ വെയിൽ എങ്ങനെയായിരിക്കും ആമസോൺ നദീതടാകത്തിൻ്റെ തീരത്ത് അല്ലെങ്കിൽ ആമസോണിൻ്റെ കാടുകളിൽ കണ്ടെത്തിയത്? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വമ്പൻ തിമിംഗലത്തെയാണ് ആമസോൺ മഴക്കാടുകളിൽ ഗവേഷകർ കണ്ടെത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിമിംഗലങ്ങൾ, ബ്ലൂ വെയിലുകൾ കടലിലാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ആമസോൺ കാടുകളിൽ ഈ ഒരു ബ്ലൂ വെയിൽ എത്തിപ്പെട്ടത്, ഈ ഒരു തിമിംഗലം എത്തിച്ചേർന്നത്? ആമസോൺ നദിയിൽ നിന്നും വെറും 15 മീറ്റർ അകലെ മാത്രമാണ് ഈ തിമിംഗലം കിടന്നിരുന്നത്. 106 അടിയോളം നീളമുള്ള ഹബാക്ക് ഇനത്തിൽപ്പെട്ട 1 വയസ്സ് മാത്രം പ്രായമുള്ള തിമിംഗലമായിരുന്നു അത്. 2019 ഫെബ്രുവരി മാസത്തിലാണ് ഈ തിമിംഗലത്തെ കണ്ടെത്തിയത്. എന്നാൽ ഈ ഒരു ഫെബ്രുവരി മാസ സമയത്ത് ബ്രസീലിൻ്റെ വടക്കൻ തീരത്ത് പോലും ഇങ്ങനെയുള്ള തിമിംഗലങ്ങളെ കാണപ്പെടാറില്ല. അതും ഈ ഇനത്തിൽപ്പെട്ട തിമിംഗലങ്ങളെ ബ്രസീലിൻ്റെ ആ ഒരു വടക്കൻ ഭാഗത്ത് പോലും കാണാൻ സാധിക്കാറില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഇങ്ങനെയൊരു തിമിംഗലം ഈ നദീതടത്തിൽ അല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകളിൽ എത്തിച്ചേർന്നത്? ഈ ഒരു തിമിംഗലം ചത്തുകിടന്നതിൻ്റെ ആ ഒരു നേർമേളിലെ ആകാശത്ത് കുറേയേറെ വോൾച്ചേഴ്സ്, കഴുകന്മാർ പറക്കുന്നത് കണ്ടിട്ടാണ് ഗവേഷകർ ഈ ഒരു സ്ഥലം സ്പോട്ട് ചെയ്യുന്നതും ഈ മരിച്ചുകിടന്ന അല്ലെങ്കിൽ ചത്തുകിടന്ന തിമിംഗലത്തെ കണ്ടെത്തിയതും. ആമസോൺ നദിയുടെ തീരത്ത് ഈ ഒരു വെള്ളമുയർന്ന സമയത്ത് കടലിൽ നിന്ന് തിരമാലകളടിച്ച് ഈ ഒരു ആമസോൺ നദിയിലേക്ക് എത്തിപ്പെട്ട് പിന്നീട് കരയിലേക്ക് കയറി മരണമടഞ്ഞതാകാം അല്ലെങ്കിൽ ചത്തുപോയതാകാം എന്നുള്ളതാണ് ചില ഗവേഷകർ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത്, ഒരു പക്ഷേ ഈ കടലിൽ പോയി വേട്ടയാടുന്ന ആൾക്കാർ ഈ ഒരു ബ്ലൂ വെയിലിനെ വേട്ടയാടുകയും പിന്നീട് ഈ ഒരു ആമസോൺ നദിയിൽ തടാകത്തിൻ്റെ ആ ഒരു തീരത്തായിട്ട് ഉപേക്ഷിച്ചതാവാം എന്നുള്ളതാണ് ചിലർ പറയുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഈ ഒരു തിമിംഗലം, ഈ ഒരു ബ്ലൂ വെയിൽ എങ്ങനെയാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ എത്തിപ്പെട്ടതെന്നുള്ളത് ഇന്നും ചുരുളറിയാത്ത ഒരു രഹസ്യമാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.